കർത്താവിൽ പ്രിയരെ, ഒരു സമയം നിങ്ങൾ ഇന്ന് കുറിച്ചു വെച്ചോളൂ. ആ കുറിച്ചു വെക്കാൻ പോകുന്ന ആ സമയത്ത് തന്നെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ അരികിലെത്തും. കാരണം ഇന്നത്തെ എപ്പിസോഡ് ഒരു പ്രാർത്ഥനാ എപ്പിസോഡാണ്. നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചനദൂതിൻ്റെ പുതിയൊരു പ്രാർത്ഥനാ എപ്പിസോഡിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 49 മുതലുള്ളതായ വിശുദ്ധ വചനങ്ങൾ. രാജഭൃത്യൻ യേശുവിനോട്, കർത്താവേ, പൈതൽ മരിക്കും മുൻപേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അവൻ ഗ്രഹിച്ചു. താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. ഇന്ന് പകല് ചില ദൈവ പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ കർത്താവ് ചെയ്യുവാൻ പോവുകയാണ്. ആ മഹാകാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരുക്കി പ്രാർത്ഥിക്കുക എന്ന നിയോഗമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എനിക്ക് നൽകിയത്. നമ്മൾ അല്പനേരം കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന ഏത് പ്രശ്നമായാലും കർത്താവായ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇന്ന് രാവിലെ അത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മേൽ ദൈവം ഒരു വാക്കു പറയും, അല്ലെങ്കിൽ കർത്താവ് ഒരു സ്പർശനം തരും. ദൈവത്തിൻ്റെ ഒരു വാക്കോ ഒരു സ്പർശനമോ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ലഭിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മേഖലയിൽ വലിയ വിടുതലുകൾ നമ്മൾ കാണും. പരിശുദ്ധാത്മാവ് നമ്മളെ തൊടുവാൻ ആഗ്രഹിക്കുന്ന ഈ സമയം നമുക്ക് കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരം എന്നോടുകൂടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. ചില വിഷയങ്ങൾ ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ മേൽ ദൈവം അതിന് പരിഹാരം തരും. വല്ലാത്ത ചില കെട്ടുപാടുകൾ ദൈവകൃപയാൽ അഴിഞ്ഞു മാറും. അവസ്ഥയ്ക്ക് തന്നെ ഒരു വ്യത്യാസം വരാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ഉറപ്പിച്ചു പറയാം, ഈ പ്രാർത്ഥന നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാമേൻ പറയുമ്പോൾ അതിനോടകം നിങ്ങളെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യക്തമായി ഇറങ്ങി വരുന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. വളരെ വിശ്വാസത്തോടുകൂടെ യേശുവേ എന്ന് വിളിച്ചു തുടങ്ങുക. ഇന്നത്തെ പ്രവചനദൂതിൻ്റെ ഈ പ്രാർത്ഥനാ സെഗ്മെൻറ്റിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. സുദീർഘമായ പ്രഭാഷണത്തിനല്ല, ഇന്ന് പ്രാർത്ഥിക്കുവാനാണ് ആത്മാവിൻ്റെ നിയോഗം. നമുക്ക് യേശുവിൻ്റെ നാമം വിളിക്കാം. ദൈവപിതാവേ, യേശുവിൻ്റെ നാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ ബലമുള്ള നാമത്തിൽ അങ്ങയുടെ മക്കളോടുകൂടെ ഇന്ന് പുലരിയിൽ ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുന്നു. ലോകത്തിലെ നാനാ കോണുകളിൽ നിരവധി ഭാരങ്ങളെ ചുമന്നുകൊണ്ട് അങ്ങയുടെ മക്കൾ ഒരു വിടുതലിന് വേണ്ടി തിരുമുൻപാകെ ആയിരിക്കുകയാണ്. ചിലതൊക്കെ ഇവരുടെ കൺമുമ്പിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല എന്നുള്ള ശാഠ്യത്തോടുകൂടെ നിലയുറപ്പിച്ച് നിൽക്കുമ്പോൾ വേരിറങ്ങി നിൽക്കുന്ന കാട്ടത്തിയെ വിശ്വാസം നിമിത്തം എൻ്റെ വാക്ക്, എൻ്റെ നാമം ഉപയോഗിച്ച് നീ കൽപ്പിച്ചാൽ അത് വേരോടെ പിഴുത് കടലിലേക്ക് ചാടിപ്പോകുമെന്ന് ഞങ്ങളോട് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൺമുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന എത്ര കൊടിയ പ്രതിബന്ധമായാലും ശരി, അതിനോട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്, ഇപ്പോൾ തന്നെ നിന്റെ താഴ്വേര് ഉണങ്ങിപ്പോകട്ടെ. പല മേഖലകളിലായുള്ള എല്ലാ ബലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു വരട്ടെ. ഒരിക്കലും ഇളകത്തില്ല എന്നുള്ള നിലയിലുള്ള ആ നിലനിൽപ്പ്
ഈ പ്രതിബന്ധത്തിൻ്റെ ആത്മവിശ്വാസം ഇപ്പോൾ തകരട്ടെ. ഈ പ്രശ്നം ഇപ്പോൾ അതിൻ്റെ മൂർധന്യതയിൽ നിന്ന് ഇളകി മറിഞ്ഞു വീഴട്ടെ. കർത്താവേ, ഞങ്ങളുടെ കൺമുൻപിൽ ആ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി അവസാനിക്കുന്ന ഒരു വലിയ കാഴ്ച ഞങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നാഥ, മാനസികമായി വളരെ വിമ്മിഷ്ടം അനുഭവിക്കുന്ന, ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ലെന്നുള്ള രീതിയിൽ ചില വല്ലാത്ത പ്രയാസങ്ങളെ മനസ്സിൽ നീറ്റിക്കൊണ്ട് ആകമാനം തകർന്നുലഞ്ഞിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ഇപ്പോൾ തന്നെ ഇവരുടെ നിലവുകളെ ഭരിക്കട്ടെ, ഇവരുടെ സാഹചര്യങ്ങളെ തൊടട്ടെ, ഇവരുടെ പ്രശ്നങ്ങളെ അത് പരിഹരിക്കട്ടെ. ആർക്കും തൊടാൻ വയ്യാത്ത, ഇവരുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനെയും സഹായം എത്തിപ്പെടാത്ത ചില വലിയ പ്രയാസകരമായ സാഹചര്യങ്ങളുടെ അകത്തേക്ക് യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരത്തിൻ്റെ വിടുതൽ ഇപ്പോൾ ഇറങ്ങട്ടെ. ചില രോഗശാന്തികൾ ഉണ്ടാകട്ടെ, ചില മാരകമായ ദോഷങ്ങൾ ഇവരെ വിട്ടുമാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു സമാധാനത്തിൻ്റെ യഥാസ്ഥാപനം ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവേ, സ്വഭാവങ്ങൾക്കകത്ത് മാറ്റമില്ലാതെ കിടക്കുന്ന ചില വ്യക്തികളുടെ വ്യക്തിത്വം തന്നെ സമാധാനപരമായി, ആശ്വാസപരമായി, മൃദുലമായി രൂപാന്തരപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തി ഉളവാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കലഹിക്കുന്ന, നിർദ്ദയം മർദ്ദിക്കുന്ന, അസഭ്യങ്ങൾ വിളിച്ചു പറയുന്ന, ആരുടെ മുമ്പിലും അവഹേളിക്കുന്ന ഈ നയം ഈ മനുഷ്യരുടെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. ഇത്തരം അഴുക്ക് സ്വഭാവങ്ങളാൽ ഇവരെ ആകമാനം മൂടിക്കിടക്കുന്ന എല്ലാ ഇരുട്ടിന്റെ സ്വാധീനങ്ങളും നസ്രയനാം യേശുവിന്റെ നാമത്തിൽ അത് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു ജീസസ്. കർത്താവെ, വളരെ പ്രതികാര മനോഭാവത്തോടുകൂടെ സ്നേഹപൂർണമായൊരു വാക്കുച്ചരിക്കാതെ, കലഹിക്കാനൊട്ടും മടിയില്ലാതെ അക്രമകാരികളെ പോലെ പെരുമാറുന്ന ചില കുട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വന്തം തലമുറയുടെ ആക്രോശങ്ങളുടെ മുൻപിൽ ഒരു വാക്കു പറയാൻ കഴിയാതെ നെടുവീർപ്പെട്ടു പോകുന്ന നിരവധി മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ ഞാൻ യേശുവിൻ്റെ കരങ്ങളിൽ തരികയാണ്. കർത്താവെ, ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ വായിൽ നിന്നും ഒരിക്കലും സഹിപ്പാൻ കഴിയാത്ത വേദനിപ്പിക്കുന്ന വാക്കുകൾ കേട്ട് കരഞ്ഞു നിലവിളിച്ച് ഹൃദയം തകർന്ന് യാതൊരുവിധ സമാധാനവുമില്ലാതെ ആകമാനം മനസ്സ് നീർന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ ആശ്വാസം ഇറങ്ങട്ടെ. അത് മാത്രമല്ല, ആ കുഞ്ഞുങ്ങളുടെ ഇത്തരം സ്വഭാവത്തിന്റെ രൂപാന്തരത്തിന് കാരണമായിരിക്കുന്ന ഈ എല്ലാ ബന്ധങ്ങളും, എല്ലാ കൂട്ടുകെട്ടുകളും, എല്ലാ വിധത്തിലുള്ളതായ അഡിക്ഷനുകളും അവരെ വിട്ടുമാറട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ കുടുംബം ഭരിക്കുന്ന ലഹരിയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ വരട്ടെ. നിന്റെ ഭവനത്തിന്റെ സമാധാനം എടുത്തു കളയുന്ന എല്ലാ വിധത്തിലുള്ളതായ അഡിക്ഷനുകളുടെ മേലും യേശു ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം ഇന്ന് രാവിലെ കുഞ്ഞെ നീ പ്രാർത്ഥിച്ചോ അത് വരികയാണ്. കർത്താവേ, നിന്റെ സമാധാനം പുലരുന്നതിനായിട്ട് സ്തോത്രം. ഒരു മല നീങ്ങിപ്പോകുന്നത് പോലെ, ഞങ്ങൾ കേട്ടതുപോലെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് രാജഭൃത്യനോട് യേശു പറഞ്ഞത് കേട്ട് ആ മനുഷ്യൻ പോയ മാത്രയിൽ അയാളെ എതിരേറ്റു വന്നവർ ആ ദൈവപ്രവൃത്തി ഉണ്ടായതിന്റെ സാക്ഷ്യം അറിയിച്ചതുപോലെ ദൂരദേശങ്ങളിലുള്ള ചില കുഞ്ഞുങ്ങൾക്ക് പോലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്തൊരു മാറ്റം ദൈവകൃപയാൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, വിദേശ രാജ്യങ്ങളിൽ നാട്ടിലുള്ള തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഉത്തരവാദിത്വമില്ലായ്മയെ ഓർത്ത് വേദനിക്കുന്ന നിരവധി സഹോദരങ്ങളുണ്ടല്ലോ, അവരെ ഓർത്തൊരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ വേദനയോടുകൂടെ രാപകലില്ലാതെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇവർ സമ്പാദിക്കുന്നതൊക്കെയും യാതൊരു വിധമായ ചിന്തയുമില്ലാതെ അനാവശ്യമായി ചെലവഴിക്കുന്ന, പണമൊക്കെ ദൂർത്ത് കളയുന്ന
സ്നേഹിതരോടുകൂടെ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന ധനത്തെ ദുർവ്യയം ചെയ്യുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ആ ഒരു ചിന്താഗതിക്കും ജീവിത രീതിക്കും ഒരു മാറ്റം വരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഭവനം ചമയ്ക്കാൻ, ഒരു ജീവിതം നേരെയാക്കാൻ, ബാധ്യതകൾ തീർക്കാൻ കർത്താവേ, കുഞ്ഞുങ്ങൾ പോയി കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതൊക്കെയും മറന്ന് കിട്ടുന്ന അവസരം എങ്ങനെയും ആഘോഷിക്കുക എന്ന നിലയിൽ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് പ്രവർത്തിക്കുന്ന ചില മനുഷ്യരെ ഈ നിമിഷം നീ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിലതിന്റെ മേൽ ദൈവത്തിന്റെ നിയന്ത്രണം കർശനമായി തന്നെ ഇന്ന് രാവിലെ ഇറങ്ങണം. അമിതമായ മദ്യപാനം, അമിതമായ എല്ലാവിധമായ ദുഷിച്ച യാത്രകളും പലരുടെയും ജീവിതത്തിൽ ഇന്നു പകൽ ബന്ധിക്കപ്പെടട്ടെ. അത്തരം നയങ്ങളിലേക്ക് ഇനി അവർ ചലിക്കാത്ത വിധം ഒരു ദൈവകൃപയുടെ ശക്തമേറിയ നിയന്ത്രണം ഇങ്ങനെയുള്ള മനുഷ്യരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ രൂപപ്പെടേണ്ടതിന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നല്ല ജോലിക്ക് ഇങ്ങനെയുള്ളവർ പോയി തുടങ്ങി എന്നുള്ളതായ സന്തോഷ വാർത്തകൾ ഈ പ്രിയപ്പെട്ടവർ കേൾക്കാൻ പോകുന്നല്ലോ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കാതുകളിൽ അത് കേൾപ്പിക്കും. അവർക്ക് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പുതിയ ജോലി കാര്യങ്ങളിലേക്ക് അവർ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ കൃപയുടെ ഇടപെടൽ കർത്താവിന്റെ കുഞ്ഞെ നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ ഇതാ ഒരുങ്ങി വരികയാണ്. ഗ്ലോറി ടു ജീസസ്. കർത്താവേ, ഭവനങ്ങളുടെ എല്ലാ ശോചനീയാവസ്ഥകളും മാറിപ്പോകട്ടെ. എല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ തെല്ലും സന്തോഷമില്ലാതെ വളരെ ഹൃദയം നീറി എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ ജീവിതത്തിൽ കർത്താവേ, ഇവരുടെ ലൈഫിലെ സന്തോഷത്തിന്റെ അഭാവം അത് നികത്തുവാൻ യേശു മാത്രം മതിയായവൻ. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ നിലതെറ്റിപ്പോകുന്ന ജീവിതത്തിന്റെ അടിത്തറകൾക്ക് കർത്താവെ കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു പുതിയ നിലയിലേക്ക് ദൈവരെ കരം പിടിച്ചു മാറ്റണമേ. എല്ലാ വീഴ്ചയുടെ ഘട്ടങ്ങളിൽ നിന്നും ഇവരെ വിടിവിക്കണമേ. എല്ലാ ഇടറിപ്പോകുന്ന സാഹചര്യങ്ങൾക്കകത്തു നിന്നും, ബന്ധങ്ങൾക്കകത്തു നിന്നും, പ്രവർത്തന മേഖലകളുടെ ഇടയിൽ നിന്നും ദൈവം ഇവരെ അടർത്തി മാറ്റണമേ. ചില കൂട്ടുകെട്ടുകൾക്കിടയിൽ നിന്ന്, പുറത്തു പറയാത്ത ചില വല്ലാത്ത കുരുക്കുകളിൽ നിന്ന്, മനുഷ്യബന്ധങ്ങൾക്കിടയിലെ വല്ലാത്ത ചില ട്രാപ്പുകൾക്കിടയിൽ നിന്നും ഇന്ന് പകൽ ഇവർ സ്വതന്ത്രരായി വെളിയിൽ വരട്ടെ. ചില കാര്യങ്ങൾ ചിലർ അറിയുമോ എന്നുള്ള ഭയം നിമിത്തം മനസ്സിലുണ്ടാകുന്ന വല്ലാത്ത ആശങ്കകൾ ചില ഹൃദയങ്ങളിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. അവഹേളനം ഭയപ്പെട്ടുകൊണ്ട്, നിന്നയെ പേടിച്ചുകൊണ്ട്, ഏത് നിമിഷവും എൻ്റെ തലയ്ക്ക് മീതെ ഒരു നിന്നയുടെ കടലിരമ്പി വരുമല്ലോ എന്നുള്ള ഭീതിയോടുകൂടി ആയിരിക്കുന്ന മനസ്സുകളുടെ മേൽ സമാധാനം അരുളി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വ്യസനപരമായതോ വേദനാപരമായതോ ഇനി ഇവരുടെ മേൽ വരരുതേ. ഇവർ തിരുസനയിൽ എടുത്തിരിക്കുന്ന തീരുമാനം, മാനസാന്തരത്തിൻ്റെ നിലപാടുകൾ, അതിനുതകുന്ന വിധത്തിൽ ഇവരുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുമെന്നുള്ളതായ ഈ പുതിയ സമർപ്പണത്തിൻ്റെ മേൽ ഒരു ദൈവകൃപ സ്ഥാപിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. രോഗികളായി കിടക്കുന്ന ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നസ്രനാം യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ സൗഖ്യമുണ്ടാകട്ടെ. അതികഠിനമായ രോഗപീഠകൾ മാറിപ്പോകട്ടെ. കർത്താവെ, കുടുംബത്തിൻ്റെ അകത്തുള്ള പലവിധത്തിലുള്ള രോഗത്തിൻ്റെ എപ്പിസോഡുകൾ പലരുടെയും ജീവിത സാഹചര്യങ്ങൾക്കകത്തു നിന്നും മാറിപ്പോകട്ടെ. ചികിത്സിക്കാൻ പണമില്ലാതെ, വാടക കൊടുക്കാൻ പണമില്ലാതെ ഏത് നിമിഷവും ഇറങ്ങിപ്പോകേണ്ടി വരുമല്ലോ കർത്താവേ എന്നുള്ള വേദനയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുടെ കരങ്ങളിൽ ഇന്ന് തന്നെ നന്മകൾ ലഭിക്കട്ടെ. പറഞ്ഞു വിട്ട ചില ജോലി സ്ഥലങ്ങളിൽ നിന്നും തിരികെ വരൂ എന്നുള്ളതായൊരു അഭ്യർത്ഥനയുടെ സന്ദേശം ഇവരുടെ കാതുകളിൽ ഇന്ന് തന്നെ കേൾക്കട്ടെ. കർത്താവെ, ഇവരുടെ നിരപരാധിത്വം ഒരു വശത്തു നിൽക്കുമ്പോഴും പഴിചാരി പലരുടെയും കൃത്യമായിരിക്കുന്ന അജണ്ടയ്ക്കകത്ത് ഒരു ഇരയാക്കപ്പെട്ടതിനാൽ, നീതി നിഷേധം വന്നു പോയതിനാൽ, അവഹേളനങ്ങൾ പലതും സ്വന്തം ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നതിനാൽ, പലരുടെയും തെറ്റിദ്ധാരണകൾക്കിരയായി ചിലയിടത്തൊന്നും പടിയിറങ്ങപ്പെടേണ്ടി വന്ന ചിലരെ ദൈവം അവരുടെ നീതിയെ നട്ടുച്ചയ്ക്കത്തെ സൂര്യ തേജസ് പോലെ പുറത്തു കൊണ്ടുവന്ന് അതിൻ്റെ മേൽ പുരണ്ട എല്ലാവിധ മതവൈഷമ്യതകളുടെ കറകളെയും കഴുകിക്കളഞ്ഞ് പിന്നെയും അവരെ ഇരട്ടി മാന്യതയോടുകൂടെ ഞങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി എന്നുള്ളൊരു ക്ഷമാപണത്തിൻ്റെ വാക്കോടുകൂടെ തന്നെ ചില സ്ഥാനങ്ങളിലേക്ക് തിരികെ കയറ്റാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കാണാതെ പോയ ചില ഡോക്യുമെൻറ്റുകളുമായി ബന്ധപ്പെട്ട്
മനസ്സമാധാനം നഷ്ടപ്പെട്ട് അലയുന്ന ചില കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പകലത് അവരുടെ കരങ്ങളിൽ ദൈവം എത്തിക്കുന്നൊരു കൃപ തുറക്കുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവേ, പുതിയൊരു വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ നടക്കുന്ന കർത്താവെ, ചില എക്സാമുകൾക്കകത്ത് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഒരു വിജയകരമായ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് അറ്റംപ്റ്റ് ചെയ്തിട്ടും കിട്ടാതെ പോയ ചിലത് ഇത്തവണ ഇവരുടെ കരങ്ങളിൽ ഉറപ്പിക്കപ്പെടുന്നൊരു ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരുന്നതിനായിട്ട് സ്തോത്രം. സഹായത്തിൻ്റെ വാതായനങ്ങൾ ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് തുറക്കണമേ. ഇവർ പലതവണ കയറിയിറങ്ങിയ ചില ഓഫീസുകൾക്കകത്ത് ഓരോ തവണ കയറി ചെല്ലുമ്പോഴും പല പല കാരണങ്ങളാൽ ഇവരെ ഇറക്കി വിടുന്ന ആ ഇടങ്ങളിൽ തന്നെ ഇന്ന് ഇവരുടെ ഫയൽ ചലിക്കുന്നത് കാണാൻ ഇവരുടെ കണ്ണുകളെ ദൈവം സഹായിപ്പാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. നീങ്ങാത്ത ചിലതിനെ അരിമത്ഥ്യയിലെ ജോസഫിൻ്റെ കല്ലറയുടെ കവാടത്തിലെ കല്ലുരുട്ടി നീക്കിയതുപോലെ ദൈവദൂതൻ ഇറങ്ങി വന്ന് ചില പ്രതിബന്ധങ്ങൾ ഇവർക്ക് വേണ്ടി നീക്കം ചെയ്ത് ഇവരുടെ സുസ്ഥിരമായിരിക്കുന്ന ഒരു ഓപ്പണിംഗ് ഒരുക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുകയാണ്. ഇന്ന് ഈ പകൽ ഈ സമയങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ തിരുസന്നിധി ഹൃദയം തുറന്ന് നിലവിളിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഉത്തരം ഈ ക്ഷണത്തിൽ തന്നെ അയച്ചിരിക്കുകയാൽ സ്തോത്രം. ദമ്പതിമാർക്കിടയിൽ സന്തോഷമുണ്ടാകട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ തലമുറയുടെ നന്മ നിന്റെ കരങ്ങളിൽ എത്തട്ടെ. നിന്നോട് പിണങ്ങി നിൽക്കുന്ന ചിലരുടെ സ്നേഹപൂർണമായ സ്വരം നിന്റെ കാതിൽ നിന്നെത്തും. ദൈവം ആ പ്രവൃത്തി അയക്കുന്നല്ലോ. മനസ്സമാധാനമില്ലാതെ കിടക്കുന്ന ഹൃദയങ്ങൾക്കെല്ലാം ഞാൻ ആശ്വാസം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഷ്ടനും ഇവരുടെ മേൽ വാഴുകയില്ല. യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം അതിൻ്റെ ചൈതന്യത്തോടുകൂടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ കവിഞ്ഞൊഴുകുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ രക്തമഴയിൽ വിശുദ്ധരായി പരിപൂർണമാം വിധം വിമോചനം പ്രാപിക്കപ്പെട്ടവരായി ഈ സമയം തന്നെ ഇവർ ആശ്വാസം ഏറ്റെടുക്കട്ടെ. കർത്താവേ, ഇപ്പോൾ തന്നെ ഇവരുടെ മനസ്സിനെയും ശരീരത്തെയും സാഹചര്യങ്ങളെയും യേശുവിൻ്റെ തിരുരക്തത്തിൽ മുദ്ര ചെയ്ത് ഞാൻ ദൈവകരത്തിലേക്ക് കൈമാറുന്നു. തൊട്ടു പിന്നിൽ എന്തായിരുന്നോ ഇനി അതല്ല, മുൻപോട്ടുള്ള നിമിഷം ഇവരൊരു അതിശയം കാണത്തക്ക വിധം ഇവരുടെ കണ്ണുകളെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു. ജലപ്രളയത്തിൻ്റെ ശേഷം മിഴി തുറന്ന് മാനത്തേക്ക് നോക്കിയ നോഹ 7 വർണ്ണങ്ങളാൽ വിരിഞ്ഞു നിൽക്കുന്ന മഴവില്ലിൻ്റെ സൗന്ദര്യം കണ്ട പോലെ കാർമേഘങ്ങൾ ഇരുണ്ടുകയറിയ ആകാശത്തിനപ്പുറം ദൈവിക സമാധാനത്തിൻ്റെ മഴവില്ലിൻ്റെ വർണ്ണക്കാഴ്ച കണ്ട ആ വിശുദ്ധനെ പോലെ ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ വേദനയും സങ്കടവും നിറഞ്ഞ ദുരിത സാഹചര്യത്തിന് പകരമായി എൻ്റെ കർത്താവ് ഒരുക്കുന്ന ആഹ്ലാദത്തിൻ്റെ പുതിയ പുലരി ഇന്ന് രാവിലെ തുറന്നു വരുന്നല്ലോ. പുതിയ സന്തോഷം ഇന്ന് രാവിലെ വിരിഞ്ഞിറങ്ങുന്നല്ലോ. ഇനി ഹൃദയം വേദനിക്കുകയില്ല. ഇനി ആ ഭാരങ്ങൾ ഓർത്ത് ഇവർ കരയുകയില്ല. ഇനി ആ ദുഃഖങ്ങളുടെ നടുവിൽ അവരുടെ മനസ്സ് ഉലഞ്ഞു പോകുകയില്ല. എൻ്റെ ദൈവം ഇവരുടെ ബുദ്ധിമുട്ടുകളെ തൊട്ടിരിക്കുകയാൽ സ്തോത്രം. സാക്ഷാൽ വിടുതൽ ദൈവം നൽകിയിരിക്കുകയാൽ സ്തോത്രം. ഞങ്ങളുടെ ജീവിത തകർച്ചകളെ ഏറ്റെടുത്ത കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ സഹിച്ച കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളെ സഹിച്ച കർത്താവേ, ഞങ്ങളുടെ ശാപങ്ങൾക്ക് വേണ്ടി ഇരയായി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവേ, അങ്ങയുടെ സഹനങ്ങൾ, അങ്ങയുടെ പുനരുദ്ധാനം ഞങ്ങളുടെ ജീവിതത്തിന് പ്രത്യാശയാണ്, ധൈര്യമാണ്, ഉറപ്പാണ്. യേശുവിനാൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു. അവിടുത്തെ ക്രൂശ് മരണത്തിൻ്റെ നന്മകളാൽ ഞങ്ങൾ അനുഗ്രഹപൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങൾ സർവൈശ്വര്യ പ്രാപ്തരായിരിക്കുന്നു. ഞങ്ങൾക്കിതെല്ലാം തരാൻ ഞങ്ങളുടെ പേർക്ക് ക്രൂശിക്കപ്പെട്ട യേശുവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നപ്പാ. അങ്ങ് ഞങ്ങളുടെ രക്ഷകനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങളുടെ കർത്താവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങളുടെ യജമാനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങളുടെ ഉടമസ്ഥനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങാണ് എൻ്റെ ആരാധനാമൂർത്തി. അങ്ങൊഴികെ എനിക്ക് യാതൊരുവിധ നന്മയുമില്ല. അങ്ങല്ലാതൊരു നാമം എനിക്ക് ആശ്രയമില്ല. യേശുവേ, ഞാൻ അങ്ങയെ മുറുകെ പിടിക്കുന്നേ. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് കൂടെ ഞങ്ങൾ അങ്ങയെ ചേർത്ത് പിടിക്കുന്ന കർത്താവേ, ആ കൃപയ്ക്കും ആ ദയയ്ക്കും ആ കരുതലിനും ആ കാവലിനും അടിയങ്ങൾ നന്ദിയുള്ളവരാണ്. അവിടുത്തെ ഔദാര്യത്താൽ അടിയങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു കർത്താവേ. പ്രാർത്ഥന അവിടുന്ന് കൈക്കൊണ്ടതിനായിട്ട് സ്തോത്രം. മറുപടികൾ അയക്കപ്പെട്ട് കഴിഞ്ഞതിനായിട്ട് നന്ദി.
യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രവചന ദൂത് ഈ പ്രാർത്ഥനയുടെ മറുപടികളിലേക്ക് നിങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ പൈതലേ, ഞാനൊരു ദൈവിക ദൂതൂടെ നിന്നോട് പറയാം. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രശ്നം, ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പരാമർശിച്ച കാര്യം അതിനുത്തരമായി കഴിഞ്ഞിരിക്കുന്നു. എപ്പോൾ? ഈ പ്രാർത്ഥന നിങ്ങൾ കാണുന്ന ടൈം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എപ്പോഴാണ് എൻ്റെ കുഞ്ഞിൻ്റെ രോഗം മാറിയത് എന്ന് രാജഭൃത്യൻ ചോദിച്ചപ്പോൾ ഇന്നലെ 7 മണിക്ക് എന്ന് എതിരേറ്റ തൻ്റെ ഭൃത്യന്മാർ പറഞ്ഞു. കാരണം ആ സമയത്താണ് ദൈവപ്രവൃത്തി നടന്നത്. ഇതൊരു ടൈമാണ്. ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ തൊട്ടിരിക്കുന്ന സമയം. സമാധാനത്തോടായിരിക്കും കേട്ടോ. വിഷമിക്കേണ്ട, പേടിക്കേണ്ട. ഈ വരുന്ന വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് IMA ഹാളിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു. വലിയ വിടുതലുകൾ പ്രാപിപ്പാൻ, പ്രവചന ദൂതുകൾ കേട്ട് സന്തോഷിക്കാൻ, ദൈവം നൽകുന്ന ആലോചന കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഡയറക്ഷൻ എങ്ങോട്ടെന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങൾ പോരെ. നിങ്ങൾ ഒരു രോഗത്തിൻ്റെയോ വേദനയുടെയോ പീഡയുടെയോ നടുവിലാണോ? ഓടിവാ, കർത്താവ് നിങ്ങളെ തൊടും. അനേക പ്രിയപ്പെട്ടവരാണ് വന്ന് സമാധാനം പ്രാപിക്കുന്നത്. ഈ മാസത്തെ അവസാനത്തെ വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. നിങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരുങ്ങണം, നേരത്തെ തന്നെ എത്തണം. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന ഷെയർ ചെയ്തേക്കണം. കേട്ടല്ലോ? നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്തേക്കണം. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് ലൈവിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവാലോചനകൾ അറിയിക്കാൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളോട് കൂടെ ഇന്നു മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.